या मुस्तफा खैरुल वरा तेरे जिया कोई नहीं। या मुस्तफा खैरुल वरा तेरे जिया कोई नहीं। किन्नू कमा तेरे जिया صلي وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم तेरे जिया सोना नबी लबा के सादे हुए कोई। ഇപ്പോൾ പല പ്രദേശങ്ങളിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തുറന്ന സംവാദങ്ങൾക്ക് എന്ന പേരിൽ അടച്ചിട്ട സംവാദങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു മൗലവി അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് പറഞ്ഞത് അദ്ദേഹം ഒരു സാധാരണ അറബി പയ്യനായിരുന്നു എന്നാണ്. ഒരു സാധാരണ അറബി പയ്യൻ എന്ന് മാത്രമല്ല, കേരളത്തിലെ തലയെടുപ്പുള്ള മുജാഹിദ് മൗലവിമാരും തലയെടുപ്പുള്ള അതിന്റെ നേതാക്കന്മാരും എഴുതിയ പ്രബന്ധങ്ങൾ, എഴുതിയ ലേഖനങ്ങൾ, അച്ചടിച്ചു വന്ന പ്രസിദ്ധീകരണങ്ങൾ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന് മുഹമ്മദ് നബിക്ക് സാധാരണ കേൾവിയും സാധാരണ കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പച്ച മലയാളത്തിൽ എഴുതി പിടിപ്പിച്ചവരാണ് കേരളത്തിലെ മുജാഹിദ് വിഭാഗം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂലിന് സാധാരണ കേൾവിയും സാധാരണ കാഴ്ചയും മാത്രമാണ് ഉള്ളത് എന്ന് വന്നാൽ, അതൊരു സാധാരണ അറബി പയ്യനായിരുന്നു എന്ന് വന്നാൽ എന്താണ് സഹോദരങ്ങളെ സംഭവിക്കുക? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമുമായി ബന്ധപ്പെടാനുള്ള ശക്തി വിശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കില്ല എന്നല്ലേ വരുന്നത്? അങ്ങനെ വന്നാൽ ഖുർആൻ എങ്ങനെ ലഭ്യമാകും എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. സുന്നത്ത് എങ്ങനെ ലഭ്യമാകും എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. വഹയി എങ്ങനെ ലഭ്യമാകും എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഇസ്ലാം എങ്ങനെ ലഭ്യമാകും എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അങ്ങനെ തുടങ്ങിയ വളരെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. ഈ ഉത്തരം പലപ്പോഴും പല വേദികളിലും നാം ചോദിച്ചിട്ട് പോലും ഒരുപാട് തുറന്ന സംവാദങ്ങളും ഒരുപാട് ചർച്ചാ സമ്മേളനങ്ങളും കേരളത്തിലെ മതപ്രബോധനം എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ട് പോലും ഇത്തരം ചോദ്യങ്ങളോട് പ്രതികരിക്കുവാൻ പോലും സഹോദരങ്ങളെ ഇവരുടെ തലയെടുപ്പുള്ള നേതാക്കൾ തയ്യാറാകുന്നില്ല എന്ന വസ്തുതയും നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് സംശയങ്ങൾക്ക് നിവാരണങ്ങൾ ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാത്തത്? ഇവരുടെ അജണ്ട എന്താണ്? ഈ സമൂഹത്തെ ശിഥിലീകരിച്ചും ഛിദ്രിപ്പിച്ചും ഭിന്നിപ്പിച്ചും അനൈക്യപ്പെടുത്തിയും ആ അനൈക്യത്തിൽ നിന്ന് ഇറ്റി വീടുന്ന ചോര കുടിച്ച് ജീവിക്കുക എന്നതിനപ്പുറം പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനമോ അതിന്റെ സംസ്ഥാപനമോ ആണ് ലക്ഷ്യമെങ്കിൽ എന്തുകൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൂടാ? എന്തുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിക്കൂടാ? എന്തുകൊണ്ട് സംശയങ്ങൾക്ക് നിവാരണം കണ്ടുകൂടാ? അതിന് തയ്യാറാകുന്നില്ല. അങ്ങനെ തയ്യാറാകേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ പോലും ഒരു ചോദ്യം, ഒരു ഉപചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് തികച്ചും നിർലജ്ജം ഒടിഞ്ഞു മാറുന്ന വൃത്തിഹീനമായ ചിത്രം കാഴ്ച നാം പട്ടണങ്ങളിൽ പോലും കാണുന്നു. ബസ് സ്റ്റാൻഡുകൾ പോലും അതിന് സാക്ഷിയാകുന്നു. ഇത് നമ്മൾ ആലോചിക്കണം. അപ്പൊ സഹോദരങ്ങളെ, ജമാഅത്തെ ഇസ്ലാമി ഇതിലും കടുത്ത വിശ്വാസം അള്ളാഹുവിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ആമിന എന്ന സ്ത്രീയുടെയും അബ്ദുള്ള എന്ന പുരുഷന്റെയും മകനായി മക്കയിൽ ജനിച്ചു. സാധാരണ മനുഷ്യരെ പോലെ ജനിച്ചു, സാധാരണ മനുഷ്യരെ പോലെ ജീവിച്ചു, സാധാരണ മനുഷ്യരെ പോലെ വളർന്നു, മറ്റെല്ലാ പ്രവാചകന്മാരെയും പോലെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ അവധി എത്തിയപ്പോൾ സാധാരണ മനുഷ്യർ മരിക്കുന്നത് പോലെ മരിച്ചു. ഇതാണ് പ്രബോധന മാസികയിൽ അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി പരിചയപ്പെടുത്തിയത്. ഒരൊറ്റ ഖണ്ഡിക, ആ ഖണ്ഡികയിൽ 5 വരികൾ, 5 വരികളിൽ 5 കളവുകൾ.
അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പരിചയപ്പെടുത്താൻ 5 വരികൾ. ആ 5 വരികളിൽ 5 കളവുകൾ. അത് പറയാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാനത് ഇപ്പൊ വിശദീകരിക്കുന്നില്ല. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ നുബുവ്വത്തിന്റെ പ്രവാചകത്വത്തിന്റെ പ്രത്യേകതകളെ നിഷേധിച്ചുകൊണ്ടാണ് സർവ്വ ബിദ്അത്തിന്റെയും അരങ്ങേറ്റം. എന്റെ ശബ്ദം കേൾക്കുന്ന മുതഅല്ലിമീങ്ങളല്ല, ആലിമീങ്ങളല്ല, സാധാരണക്കാരായ സഹോദരങ്ങളോട് പച്ച മലയാളത്തിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുഴപ്പം? എന്താണ് ജമാഅത്തെ ഇസ്ലാമി വിഭാഗത്തിന്റെ കുഴപ്പം? ഞാൻ ഒറ്റ വാക്കിൽ പറയാം. പ്രവാചകത്വത്തിന്റെ പ്രത്യേകതകളെ അപ്പാടെ നിഷേധിച്ചുകൊണ്ടാണ് ഈ 2 വിഭാഗത്തിന്റെയും അരങ്ങേറ്റം. എന്തിനാണ് പ്രവാചകത്വം? നമ്മെപ്പോലെയാണ് മുഹമ്മദ് നബിയെങ്കിൽ പിന്നെ എന്തിനു പ്രവാചകത്വം? ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന തൗഹീദ് അള്ളാഹുവിനെ നമുക്ക് നൽകിയാൽ പോരെ? ഇസ്ലാമിന്റെ സന്ദേശങ്ങളൊക്കെ നമുക്ക് നൽകിയാൽ പോരെ? എന്തിന് മുഹമ്മദ് നബി? എന്തിനൊരു ഇടയാളൻ? എന്തിനൊരു മധ്യവർത്തി? സഹോദരങ്ങളെ, ആ മധ്യവർത്തിയെ പടച്ചവൻ നിശ്ചയിച്ചത്, ആ മധ്യവർത്തിയെ അതിനുവേണ്ടി റബ്ബ് തെരഞ്ഞെടുത്തതാണ്. ആ തെരഞ്ഞെടുത്ത മധ്യവർത്തിക്ക് ചില സവിശേഷതകളുണ്ട്. ആ സവിശേഷതകളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് നമ്മെയും അഥവാ മനുഷ്യലോകത്തെയും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ വഹയിന്റെ ലോകത്തെയും ബന്ധപ്പെടുത്താനുള്ള കഴിവ് അത് റസൂലുള്ളാഹി തങ്ങളുടെ പ്രത്യേകതയാണ്. ആ പ്രത്യേകതയെ നാം നിഷേധിച്ചു കളഞ്ഞാൽ, ആ പ്രത്യേകതയെ നാം സമ്മതിക്കാതിരുന്നാൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ആലമുൽ അംറും അഥവാ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ വഹയിന്റെ ലോകവും ആലമുൽ ഖൽഖും അഥവാ സൃഷ്ടികളായ നാം ജീവിക്കുന്ന ഈ ലോകവും തമ്മിലുള്ള കണക്ഷൻ, ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുക എന്നതാണ് അതുമൂലം സംഭവിക്കുക. അങ്ങനെ ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ തീർച്ചയായും പിന്നെ വഹയിന്റെ പ്രശ്നമില്ല, പിന്നെ ഇസ്ലാമിന്റെ പ്രശ്നമില്ല, പിന്നെ ഖുർആനിന്റെ പ്രശ്നമില്ല, പിന്നെ സുന്നത്തിന്റെ പ്രശ്നമില്ല. ഇതൊന്നും നമുക്ക് ലഭിക്കുന്ന പ്രശ്നമല്ല. ഇതാണ് അടിസ്ഥാനപരമായ കാര്യം. അള്ളാന്റെ റസൂല് പറഞ്ഞ അള്ളാഹു ഏതാണ്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതാ റസൂല് പറഞ്ഞ, ഇതാണ് ഖുർആൻ പറഞ്ഞ അള്ളാഹ്. ഖുൽ, നബിയെ തങ്ങൾ പറയൂ, പ്രഖ്യാപിക്കൂ, ഹുവ വസ്തുത, അല്ലാഹു ആകുന്നത് അഹദുൻ, ഏകനാണ്. അവൻ ഏകനല്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് മുഴുവനുള്ള ഖണ്ഡനമാണ്. അവൻ ഏകനാണെന്ന് പറയുമ്പോൾ ചോദ്യങ്ങളുണ്ട്. നിങ്ങളൊക്കെ ഏകന്മാരല്ലേ? ഏകനാണ് എന്ന് പറഞ്ഞു പോയാൽ ഞാൻ ഏകനാണ്, നിങ്ങൾ ഓരോരുത്തരും ഏകന്മാരാണ്. അപ്പോൾ പിന്നെ അള്ളാഹു മാത്രം ഏകനാണ് എന്ന് പറയുന്നതിന് എന്താണ് പ്രസക്തി? ആ ചോദ്യത്തിന് ഖുർആൻ ഉത്തരം പറയുന്നു, അല്ലാഹു സ്വമദ്. നിങ്ങളുടെ ഏകത്വം അത് മറ്റുള്ളവരെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. പരസ്പരം ആശ്രയിക്കാതെ, ഏറ്റവും കുറഞ്ഞത് അള്ളാഹുവിനെയെങ്കിലും ആശ്രയിക്കാതെ ഒരാൾക്കും നിലനിൽപ്പില്ല. നമ്മുടെ നിലനിൽപ്പ് അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ടാണ്. എന്നാൽ അള്ളാഹു സ്വമദ്, അള്ളാഹു ആരെയും ആശ്രയിച്ചുകൊണ്ട് നിലനിൽക്കുന്നവനല്ല. അള്ളാഹുവിന്റെ വഹദാനിയ്യത്ത്, അവന്റെ ഏകത്വം, അവന്റെ കഴിവ്, അവന്റെ കുദ്റത്ത്, അവന്റെ വിജ്ഞാനം, ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ ഏതൊക്കെ വിശേഷണങ്ങളുണ്ടോ ആ വിശേഷണങ്ങളിൽ ഒന്നിൽ പോലും അള്ളാഹു മറ്റുള്ളവരെ ആശ്രയിക്കുന്നില്ല. നമ്മുടെ കഴിവാവട്ടെ, കാഴ്ചയാവട്ടെ, കേൾവിയാകട്ടെ, നമ്മുടെ നിലനിൽപ്പാകട്ടെ, എല്ലാറ്റിലും നാം അള്ളാഹുവിനെ അനുനിമിഷം ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു സ്വമദ്, അള്ളാഹു സ്വയം പര്യാപ്തനാണ്, അവൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നില്ല. ലം യലിദ്, അള്ളാഹു പിതാവല്ല. വലം യൂലദ്, അള്ളാഹു പുത്രനല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുക്ക് തുല്യനായി ആരുമില്ല എന്ന് ഖുർആൻ പറയുന്നു. അത് റസൂലുള്ള പഠിപ്പിക്കുന്നു. അങ്ങനെയാണ് അള്ളാഹുവിനെ വിശ്വസിക്കേണ്ടത്. പക്ഷേ ഈ റസൂല് പരിചയപ്പെടുത്തിയ അള്ളാനെ മനസ്സിലാക്കണമെങ്കിൽ ആ റസൂലിനെ യഥോചിതം വിശ്വസിക്കണം, യഥോചിതം മനസ്സിലാക്കണം. പക്ഷേ വഹാബിസം അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ രംഗത്ത് വരുന്നത് തന്നെ നുബുവ്വത്തിന്റെ പ്രത്യേകതകളെ, പ്രവാചകത്വത്തിന്റെ സവിശേഷതകളെ അപ്പാടെ നിഷേധിച്ചുകൊണ്ടാണ്.
അങ്ങനെ നിഷേധിക്കുമ്പോൾ സ്വാഭാവികമായും സഹോദരങ്ങളെ എന്താണ് സംഭവിക്കുക? അള്ളാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹിന്റെ ഊര വലിയ ചർച്ചാ വിഷയമായി, അള്ളാഹുവിന്റെ ചന്തി ചർച്ചാ വിഷയമായി, അള്ളാഹുവിന്റെ മുഖം ചർച്ചാ വിഷയമായി. ഒരാൾ പറയുന്നത് അള്ളാഹുവിന് 2 കൈകളുമുണ്ട് എന്നാണ്. കിതാബ് തൗഹീദ് എന്ന ഇബ്നു അബ്ദുൽ വഹാബിന്റെ പുസ്തകത്തിൽ പറയുന്നത് അള്ളാഹ്ക്ക് വലത്തും ഇടത്തും 2 കൈകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ പുസ്തകത്തിൽ ഇബ്നു അബ്ദുൽ വഹാബിന്റെ തൗഹീദ് എന്ന് പറയുന്ന കിതാബ് തൗഹീദ് എന്ന ഈ പുസ്തകത്തിൽ പറയുന്നത് അള്ളാഹുവിന് 2 കൈയുണ്ട് എന്നാണ്. 1952 ജനുവരി മാസത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അൽമനാർ മാസികയിൽ സഹോദരങ്ങളെ ഒരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? ആ ചോദ്യം ബിദ്അത്ത് കൊണ്ട് കാഫിറാകുന്ന ബിദ്അത്ത് ഏതാണെന്ന് ആ ചോദ്യം. ബിദ്അത്ത്, ഈ പുത്തൻവാദം എന്ന് പറയുന്ന രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, ചില പുത്തൻവാദങ്ങളെ കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ചില പുത്തൻവാദങ്ങളെ കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ലെങ്കിലും ചിലപ്പോൾ നരകത്തിൽ നിന്ന് പുറത്തു പോകില്ല. അങ്ങനെ ചില പുത്തൻവാദങ്ങളുണ്ട്. അങ്ങനെ 2 തരം പുത്തൻവാദങ്ങളാണ്. അപ്പൊ ഫതാവ അൽമനാറിനോട് ഒരു ചോദ്യം. എന്തായിരുന്നു ചോദ്യം? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ബിദ്അത്ത് ഏതാണ്? ഇതാ ചോദ്യം. ആ ചോദ്യത്തിന് അൽമനാർ മറുപടി കൊടുക്കുന്നു. എന്താണ് മറുപടി? അള്ളാഹുവിന് ജഡമുണ്ടെന്നും രൂപമുണ്ടെന്നും അതുപോലെ സ്ഥലമുണ്ടെന്നും ഭാഗമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അങ്ങനെ വിശ്വസിക്കുന്ന ബിദ്അത്ത്. അള്ളാഹ്ക്ക് ജഡമുണ്ട്, ശരീരമുണ്ട്, അള്ളാഹ്ക്ക് ഭാഗമുണ്ട്, അള്ളാഹുവിന് രൂപമുണ്ട്, അള്ളാഹുവിന് സ്ഥലമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. 1952 ജനുവരി മാസത്തിൽ സഹോദരങ്ങളെ പ്രസിദ്ധീകരിക്കപ്പെട്ട ഫത്വയിൽ കേരളത്തിലെ മുജാഹിദുകൾ ഫത്വ കൊടുത്തു. അതിനുശേഷം നിങ്ങൾ നോക്കൂ, ഇത് കിതാബ് തൗഹീദ്. ഈ കിതാബ് തൗഹീദ് കേരളത്തിൽ ഇബ്നു അബ്ദുൽ വഹാബ് അറബിയിൽ എഴുതിയ പുസ്തകം കേരളത്തിലെ മുജാഹിദുകൾ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു. ഈ പുസ്തകത്തിൽ പറയുന്നത് അള്ളാഹ്ക്ക് വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഓരോ കൈയുണ്ട് എന്നാണ്. വലതു ഭാഗത്തൊരു കൈ, ഇടതു ഭാഗത്തൊരു കൈ. അങ്ങനെ കൈയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. നേരത്തെ ഫത്താവയിൽ പറഞ്ഞിരുന്നത്, അൽമനാറിൽ പറഞ്ഞിരുന്നത് വലതു ഭാഗമെന്നോ ഇടതു ഭാഗമെന്നോ കൈയുണ്ടെന്നോ കാലുണ്ടെന്നോ ഒക്കെ പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നായിരുന്നു അൽമനാറിൽ പറഞ്ഞത്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായി ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞത് അള്ളാഹ്ക്ക് 2 കൈയുണ്ട്, ഒന്ന് വലത്തു ഒന്ന് ഇടത്തുവാണെന്നാണ്. പിന്നെ വഹാബികൾക്ക് തോന്നി അല്ലല്ലേ, അതുകൊണ്ട് 2 കൈകളും കൂടി ആവശ്യമല്ല, ഇനി 2 കൈ ഉണ്ടെങ്കിൽ തന്നെ അത് രണ്ടും 2 ഭാഗത്തായിക്കൊള്ളണം എന്നില്ല എന്ന് മനസ്സിലാക്കി കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അടുത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട മലയാളത്തിലുള്ള ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്നത് അള്ളാഹ്ക്ക് 2 കൈയുണ്ട്, പക്ഷെ അത് രണ്ടും വലതു ഭാഗത്താണ്, ഇടതു ഭാഗത്ത് കൈയില്ലാന്നാണ്. അള്ളാഹ്ക്ക് 2 കൈയുണ്ട്, അത് രണ്ടും വലതു ഭാഗത്താണ്, ഇടതു ഭാഗത്ത് ഇങ്ങനെ മൊയന്തായിക്കൊണ്ട് ഇവിടെ കൈയില്ലാണ്. അപ്പൊ ഇതുവരെ ഇബ്നു അബ്ദുൽ വഹാബ് വെച്ചുപിടിപ്പിച്ചിരുന്ന ഇടതു ഭാഗത്തെ കൈയിനെ നമ്മുടെ കേരളത്തിലെ മുജാഹിദ് മൗലവിമാർ ഒന്ന് ഓപ്പറേഷൻ നടത്തിയിട്ട് അത് രണ്ടും കൂടി വലത്തു ഭാഗത്തേക്ക് മാറ്റി. ഇപ്പൊ വലത്തു ഭാഗത്ത് ഇങ്ങനെ 2 കൈ ഇങ്ങനെ ഇരട്ടവിരലുമാതിരി ഇങ്ങനെ 2 കൈ ഇങ്ങനെയാണ്, ഇവിടെ ഇടതു ഭാഗത്ത് കൈയില്ലേ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവർ കാണിക്കുന്ന കോപ്രായങ്ങൾ, ഇവർ നടത്തുന്ന വികൃതമായ ഇജ്തിഹാദുകൾ എന്തുമാത്രം ഇസ്ലാമിനെ പരിഹാസ്യമാക്കുന്നു എന്ന കാര്യം മുസ്ലിം സഹോദരങ്ങൾ തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിനുശേഷമാണ് ഇപ്പൊ ഏറ്റവും പുതിയ ചർച്ച. ആ പുതിയ ചർച്ച കാലിൽ നിന്നും കയ്യിൽ നിന്നും ഒക്കെ വിട്ട് അത് ഊരയിലെത്തി നിൽക്കുന്നു. മൗലവി ഗ്രൂപ്പ് പറയുന്നത് അള്ളാഹുവിന് ഊരയുണ്ട്, മടവൂർ ഗ്രൂപ്പ് പറയുന്നത് ഊരെന്നില്ല, അള്ളാഹ് ഊരുണ്ട് എന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഥവാ യഥാർത്ഥ ഇസ്ലാമിന്റെ പാതയിൽ നിന്ന് മടവൂർ ഗ്രൂപ്പ് പുറത്തു പോയിരിക്കുന്നു. എന്താ ചാർജ്? എന്തുകൊണ്ടാ പുറത്തുപോയത്? അള്ളാഹ് ഊരല്ല എന്ന് പറഞ്ഞതുകൊണ്ട്.
ഇങ്ങനെ വൃത്തിഹീനമായ, ബുദ്ധിശൂന്യമായ, പ്രമാണവിരുദ്ധമായ, പരിഹാസ്യമായ കാര്യങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇവർ പ്രബോധന രംഗം സജീവമാക്കുന്നത് എന്ന കാര്യം ബുദ്ധിയുള്ള ചെറുപ്പക്കാരൊക്കെ ആലോചിക്കണം. ഇത് പറയാനുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള വിശദീകരണങ്ങൾ അപ്പോൾ നൽകാം എന്ന് മാത്രം നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറബി പയ്യനായി ചിത്രീകരിച്ചുകൊണ്ടോ അള്ളാഹുവിന്റെ റസൂലിന്റെ നുബുവ്വത്തിന്റെ പ്രവാചകത്വത്തിന്റെ സവിശേഷതകളെ തള്ളിപ്പറഞ്ഞുകൊണ്ടോ ആർക്കും തൗഹീദിലെത്തിച്ചേരുക സാധ്യമല്ല. തൗഹീദിലേക്ക് നമ്മെ എത്തിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ നബിക്ക് നമ്മെ തൗഹീദിൽ എത്തിക്കാൻ സാധിക്കണമെങ്കിൽ ആ തൗഹീദ് ഉപരിലോകത്ത് നിന്ന്, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ലോകത്ത് നിന്ന്, ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് സ്വീകരിക്കുവാനുള്ള പ്രത്യേകമായ സിദ്ധി അള്ളാഹുവിന്റെ റസൂലിനുണ്ടാകണം. ആ സിദ്ധിയെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിനെ തന്നെയാണ് അദ്ദേഹം നിഷേധിക്കുന്നത്. അതിന്റെ മുജാഹിദ് എന്ന് പേരിട്ടിട്ട് കാര്യമില്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന് പേരിട്ടിട്ട് കാര്യമില്ല. അദ്ദേഹം ഇസ്ലാമിനെ തന്നെയാണ് അർത്ഥത്തിൽ നിഷേധിക്കുന്നത്. ഇസ്ലാമിന്റെ അസ്തിത്വത്തെ, ഇസ്ലാമിന്റെ നിലനിൽപ്പിനെയാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത് എന്ന വസ്തുത മുസ്ലിം സഹോദരങ്ങൾ തിരിച്ചറിയണമെന്നും ബാക്കി കാര്യങ്ങളൊക്കെ അതിന്റെ പിറകെ വരുന്ന കാര്യങ്ങളാണ്. ഈ അടിസ്ഥാന വിഷയം ഇത് ശരിയാകാതെ പിന്നെ സംവാദം നടത്തിയിട്ടോ അത് തുറന്നിട്ടോ അടച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഇത് ശരിയാകണം. ഇത് ശരിയായാൽ മാത്രമേ മറ്റു കാര്യങ്ങളൊക്കെ ശരിയാവുകയുള്ളൂ. അതുകൊണ്ട് തുറന്ന സംവാദം നടത്തുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ തുറന്ന സംവാദങ്ങൾ എന്ന പേരിൽ നടത്തപ്പെടുന്ന അടച്ചിട്ട സംവാദങ്ങളുടെ പിന്നിൽ സാക്ഷാൽ തുറന്ന സംവാദങ്ങളുമായി SYS ഭാവിയിൽ നിങ്ങളുടെ പിന്നാലെയുണ്ടാകും എന്ന കാര്യം നിങ്ങളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോ ഒരു കാപ്പട്യത്തിന്റെ മുഖമൂടി അണിഞ്ഞുകൊണ്ട് ക്രൈസ്തവ മതവിശ്വാസികൾക്കിടയിൽ, ഹൈന്ദവ മതവിശ്വാസികൾക്കിടയിൽ, അതുപോലെ മറ്റ് മതം ഇല്ലാത്തവർക്കിടയിൽ, യുക്തിവാദികൾക്കിടയിൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുവാൻ എന്ന പേരിൽ നിങ്ങൾ നടത്തുന്ന ഈ തുറന്ന സംവാദം എന്ന കാപ്പട്യമുണ്ടല്ലോ, ആ കാപ്പട്യത്തിന്റെ മുഖമൂടി മുസ്ലിം ബഹുജനങ്ങൾക്ക് മുമ്പിൽ വലിച്ചു കീറാൻ സമസ്ത കേരള സുന്നി വചന സംഘം തീരുമാനിച്ചിരിക്കുന്നു എന്ന കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളിങ്ങനെ പ്രതിരോധമില്ലാതെ വിലസാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ഇനി അത് ഞങ്ങൾ അനുവദിക്കുകയില്ല. നിങ്ങളുടെ പിന്നിൽ സാക്ഷാൽ തുറന്ന സംവാദവുമായി നിങ്ങളുടെ പിന്നിൽ ഞങ്ങളുണ്ട് എന്ന അറിയിപ്പ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം, സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന് മാത്രം തുറന്ന സംവാദത്തിന്റെ ആളുകളോട് മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ, താക്കീതിന്റെ സ്വരത്തിൽ അറിയിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇപ്പൊ കാലാവസ്ഥ നമുക്ക് അനുകൂലമാണ്. നല്ല സന്ദർഭം നല്ലതുപോലെ ഉപയോഗപ്പെടുത്തി എല്ലാ സംശയങ്ങൾക്കും നിവാരണം കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് പുലാമന്തോളിലെ ഈ തുറന്ന സംവാദം കടുത്ത പ്രതികൂല കാലാവസ്ഥയുണ്ടായിട്ട് പോലും നെഞ്ചേറ്റ് വിജയിപ്പിച്ച ഇവിടെ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് സഹോദരങ്ങളോട് ഇനി നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആരംഭിക്കുകയാണ്. ഇത് തുറന്ന സംവാദം എന്ന പേരിൽ നടത്തുന്ന അടച്ചിടപ്പെട്ട സംവാദമല്ല, സാക്ഷാൽ തുറന്ന സംവാദം തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله وحبيبه وخليله وصفيه. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله
خذ بيدي قلت حيلتي أدركني يا رسول الله. ആദരണീയരായ സയ്യിദ് അഹമ്മദ് ശിഹാബ് തങ്ങളവർകൾ, സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ മേഖല SYS പ്രസിഡന്റ് VPA തങ്ങൾ ദാരിമി അവർകൾ, ജില്ലാ SYS ഉപാധ്യക്ഷൻ PSK ദാരിമി, മറ്റു ഉലമാക്കളെ, കാരണവന്മാരെ, സഹോദരങ്ങളെ, വളരെ പ്രതികൂലമായ സാഹചര്യമായിട്ട് പോലും ഈ ബസ് സ്റ്റാൻഡിൽ നിറയുന്ന രൂപത്തിൽ ഇവിടെ സംഗമിച്ചിട്ടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരും സഹകാരികളും ശ്രോതാക്കളുമായിട്ടുള്ള സഹോദരങ്ങളെ, ഇവിടെ നടക്കുന്ന തുറന്ന സംവാദത്തിന്റെ ആമുഖ പ്രസംഗം ബഹുമാനപ്പെട്ട സുലൈമാൻ സഖാഫി നിർവഹിക്കുകയുണ്ടായി. ഇനി ഒരു പ്രസംഗം ഇവിടെ നടത്തുന്നില്ല. ഈ പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മുടെ ഈ പരിപാടി ഇത്രയും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അവന്റെ ദീനിന്റെ മാർഗത്തിൽ ഇഖ്ലാസോടെ മുന്നേറാനുള്ള മഹാഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെയും മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമാർ, സന്താനങ്ങൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, നമ്മെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, കടപ്പാടുള്ളവർ, വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. വിഷമങ്ങളെ അകറ്റിത്തരുമാറാവട്ടെ. നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ വെച്ച് ദുആ ചെയ്യാൻ ഒരുപാട് ആളുകൾ ഇതിൽ സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാതെ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. സ്വദേശത്ത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നാട്ടിലുള്ളവരും ഫോണിലൂടെയും മറ്റുമൊക്കെ അതുപോലെ നമ്മുടെ ഈ സംരംഭം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തത്സമയം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന മലബാർ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം, സുന്നി ഓൺലൈൻ ക്ലാസ് റൂം എന്നിവർ തത്സമയം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പരിപാടി പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓൺലൈനിൽ നമ്മുടെ മലബാർ ക്ലാസ് റൂമിലൂടെയും ആയിരക്കണക്കായ ആളുകൾ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. അവരിൽ പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പലരും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാര് പുരാമന്തോളിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഇതിന്റെ സംഘാടകരെയും പ്രവർത്തകരെയും പ്രത്യേകം വിളിച്ചറിയിച്ച് ദുആ ചെയ്യണം എന്ന് ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ സഫലമാക്കുമാറാവട്ടെ. പ്രയാസങ്ങൾ ദൂരീകരിക്കുമാറാവട്ടെ. ജോലിയിലുള്ള ഭീഷണികൾ അകറ്റുമാറാവട്ടെ. ഗൾഫിലുള്ള സഹോദരങ്ങൾക്ക് ജോലിയിൽ സ്ഥിരത നൽകുമാറാവട്ടെ. അവരുടെ സമ്പാദ്യത്തിലും ജീവിതത്തിലും കുടുംബത്തിലും ജോലിയിലും അവരുടെ മറ്റ് എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ബറക്കത്തും ഐശ്വര്യവും റാഹത്തും വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമുക്കും നമ്മുടെ കുടുംബങ്ങളിലും അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ ഇവിടെ ഉണ്ട്. നമ്മുടെ പരിപാടിയുടെ അവസാനത്തിൽ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നതാണ് എന്നറിയിക്കുന്നു. ഇനി ചോദ്യോത്തര സമയമാണ്. നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതിനായി സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ ഇവിടെ എത്തി നമ്മെ ആശീർവദിച്ചു. ആ മഴ ആയ സന്ദർഭത്തിൽ മഹാനവറുകൾ ഇവിടെ എത്തി. ഇത് കഴിഞ്ഞ് 4 പരിപാടി എനിക്കുള്ളത് കൊണ്ട് ആദ്യം ഞാൻ ഇവിടെ എത്തിയതാണെന്ന് പറഞ്ഞ് നമ്മെ അനുഗ്രഹിച്ചു പോയി. അൽഹംദുലില്ലാ, സാദാത്തുക്കളുടെ ഒക്കെ അനുഗ്രഹവും അള്ളാഹുവിന്റെ മഹത്തായ കൃപയും നമ്മെ കടാക്ഷിച്ചിരിക്കുന്നു. അള്ളാഹു നമുക്ക് നല്ല കാലാവസ്ഥ നിലനിർത്തി തരുമാറാവട്ടെ. അതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ പരിപാടിയിൽ ഉണ്ടായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. മറുപടി പറയാൻ ബഹുമാനപ്പെട്ട സുലൈമാൻ സഖാഫി ഇവിടെ ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഫൈസൽ അഹസനി രണ്ടത്താണി ഇവിടെ ഉണ്ട്. ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിൽ ഇവിടെ ഉണ്ട്. PSK ദാരിമി അവറുകളുണ്ട്. എല്ലാവരും ഇവിടെ ആവശ്യം പോലെ ഇടപെടും എന്നറിയിച്ചുകൊണ്ട് എന്തിനും സാക്ഷിയായി നമ്മുടെ LCD പ്രൊജക്ടർ അവിടെയുണ്ട്. എല്ലാവരെയും അറിയിച്ചുകൊണ്ട്
ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. സംശയാലുക്കൾക്ക് ചോദിക്കാവുന്നതാണ്. ഇത് തുറന്ന സംവാദമാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഇവിടെ എം അക്ബർ ഇവിടെ വന്ന് പ്രസംഗിച്ചു. ഞാനൊരു സുന്നിയാണ്, ഞാൻ ഒരു സാധാരണക്കാരനുമാണ്. അതുകൊണ്ട് തന്നെ സംശയമുണ്ട് എനിക്ക്. എം അക്ബർ അവിടെ നിന്ന് പ്രസംഗിച്ചത് റസൂലിനെ നിസ്സാരനാക്കാൻ പാടില്ല, റസൂലിനെ സാധാരണക്കാരനെന്ന് കരുതാൻ പാടില്ല, അങ്ങനെ കരുതി കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നവർ. ഇതേ സമയത്ത് സുന്നി പണ്ഡിതന്മാര് ഇത് പറയുന്നത് എം അക്ബർ പറഞ്ഞിട്ടുണ്ട് റസൂല് റസൂലിനെ സാധാരണ ഒരു അറബി പയ്യൻ എന്ന് എം അക്ബർ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സുന്നി പണ്ഡിതന്മാരത് പറയുന്നത് അതേ സമയത്ത് തന്നെയാണ് എം അക്ബർ എന്ന് പറയുന്നത് റസൂലിനെ സാധാരണക്കാൻ പാടില്ല, സാധാരണക്കാരനാക്കി കഴിഞ്ഞാൽ പുറത്തു പോകുമെന്ന് പറയുന്നത്. ഇതിനെന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യം. ഇവിടെ എത്തിയപ്പോൾ പലരും ഇപ്രകാരം ഇവിടെ വെച്ച് ശ്രോതാക്കളൊക്കെ പലരും പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞവൻ ശരിയായ വിശ്വാസിയല്ല എന്ന് അക്ബർ മൗലവി എന്ന മൗലവി പറയുകയുണ്ടായി എന്ന് ഇവിടെ നിന്ന് അറിയാൻ കഴിയും. അത് മുജാഹിദുകളുടെ സ്ഥിരം സ്വഭാവമാണ്. റസൂലുള്ളാഹി തങ്ങളെ കൊച്ചാക്കുക, എന്നിട്ട് ചോദ്യങ്ങൾ വരുമ്പോ നേരത്തെ മാളിയേക്കൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുറംതിരിഞ്ഞു നിൽക്കുക, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ശൈലി സാധാരണ മുജാഹിദുകൾ പ്രകടിപ്പിക്കാറുള്ളതാണ്. അതുകൊണ്ട് എം അക്ബർ മൗലവി ഇത് പറഞ്ഞിട്ടില്ലാന്ന് മുജാഹിദുകൾ പറയാൻ എപ്പോഴും തയ്യാറാണ്. നുണ പറയാൻ അവരാണല്ലോ എപ്പോഴും മുന്നിലുണ്ടാവാറുള്ളത്. നുണ പറയൽ മത്സരം നടത്തിയവരുമാണ്. അതിരിക്കട്ടെ, അതുകൊണ്ട് അക്ബർ മൗലവി ഇത് പറഞ്ഞോ ഇല്ലയോ, ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ കേൾപ്പിക്കാം, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എം അക്ബർ മൗലവി ആരംഭ റസൂലിനെ കുറിച്ച് സ്നേഹസംവാദം എന്ന പേര് വെച്ച് അല്ലെങ്കിൽ തുറന്ന സംവാദം എന്ന പേര് പറഞ്ഞ് മുസ്ലിമീങ്ങൾക്കിടയിൽ മുസ്ലിമീങ്ങളുടെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊച്ചാക്കുകയും അമുസ്ലിങ്ങൾക്കിടയിൽ ഒരു സാധാരണ മനുഷ്യനായി ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന പച്ച പരമാർത്ഥം ഞാനിവിടെ നേരിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ കേൾപ്പിക്കുന്നു. നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണാവുന്നതാണ്. അതൊന്ന് വെച്ചുകൊടുക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സുവരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ, അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ, അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. കണ്ടോ, അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യനായിരുന്നു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സയ്യിദുൽ വജൂദ് ത്വാഹ റസൂലുള്ളാഹി ഷഫീഉനാ റസൂലുള്ളാഹി. കേവലം ഒരു സാധാരണ അറബി പയ്യനായിരുന്നു എന്നാണ് അക്ബർ മൗലവി പ്രസംഗിച്ചിട്ടുള്ളത്. സഹോദരന്മാര് ചിന്തിക്കണം, ഇത് ഇസ്ലാമിന്റെ വിശ്വാസമാണോ അല്ലേ? അള്ളാഹുവിന്റെ റസൂല് ജനിക്കുന്ന സന്ദർഭത്തിൽ അതിനുശേഷം വളർന്നു വലുതാകുമ്പോ അവിടെ അങ്ങോട്ടെത്തി 40 വയസ്സാകുന്ന സന്ദർഭത്തിൽ അവിടുന്ന് 40 വയസ്സ് കഴിഞ്ഞ് വഫാത്താകുന്നത് വരെ ആ സന്ദർഭത്തിലൊന്നും തന്നെ അള്ളാഹുവിന്റെ റസൂൽ കേവലം സാധാരണ മനുഷ്യൻ അല്ലേ അല്ല. കേവലം ഒരു സാധാരണ അറബി പയ്യൻ ഒരിക്കലുമല്ല ആണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, ഹദീസ് പഠിപ്പിച്ചിട്ടില്ല എന്നു മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ജനനവും അതിനു മുമ്പും ശേഷവുമുള്ള അവസ്ഥകളൊക്കെ തന്നെയും തികച്ചും അസാധാരണമായിരുന്നു എന്നാണ് ഹദീസുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. സഹീഹ് മുസ്ലിം എടുത്ത് പരിശോധിച്ചോളൂ. സഹീഹ് മുസ്ലിം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇന്നി ലഅരിഫു ഹജറൻ ബിമക്കത, മക്കയിലുള്ള ഒരു കല്ലിനെ കുറിച്ച് എനിക്കറിയാം. ആ കല്ലിന്റെ പ്രത്യേകത എന്താ? കാന യുസല്ലിമു അലയ്യ, ആ കല്ല് എന്നോട് സലാം പറയാറുണ്ടായിരുന്നു.
അള്ളാന്റെ റസൂല് പറയാണ്, കല്ല് എന്നോട് സലാം പറയുന്നു. എപ്പോ? നുബൂവത്ത് കിട്ടിയതിന് ശേഷമല്ല, 40 വയസ്സായതിന് ശേഷമല്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താണ്? ഖബല അൻ ഉബ്അസ, 40 വയസ്സായി നബിയാകുന്നതിന്റെ മുമ്പ് തന്നെ, നുബൂവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ എന്നോട് കല്ലുകൾ സംസാരിച്ചിരുന്നു. നിങ്ങൾ ചിന്തിക്കണം, സ്വഹീഹ് മുസ്ലിമിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഹദീസാണിത്. അള്ളാഹുവിന്റെ റസൂൽ, സഹോദരന്മാരെ, 40 വയസ്സ് എത്തി നുബൂവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് അള്ളാന്റെ റസൂലിനോട് കല്ലുകൾ സംസാരിക്കുന്നു, മരങ്ങൾ സംസാരിക്കുന്നു, നാക്കാലികൾ വരേക്കും സംസാരിക്കുന്നു. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. ഞാൻ ചോദിച്ചോട്ടെ, അക്ബർ മൗലവി പറഞ്ഞത് ഒരു സാധാരണ അറബി പയ്യനാണെന്നല്ലേ? അറബി പയ്യന്മാരോട്, ഏതെങ്കിലും അറബികളോട്, അറബി പയ്യന്മാരോട് കല്ലുകൾ സംസാരിച്ചിട്ടുണ്ടോ സഹോദരന്മാരെ ചെറുപ്പകാലത്ത്? പോകട്ടെ, അള്ളാന്റെ റസൂല് അറബി പയ്യനാണെന്ന് പറഞ്ഞ ഈ മനുഷ്യനുണ്ടല്ലോ, അക്ബർ മൗലവി, ഇയാളോട് കല്ലുകൾ സംസാരിച്ചിട്ടുണ്ടോ? ഇയാൾക്ക് എവിടെന്നെങ്കിലും കല്ലേറ് കിട്ടിയിട്ടുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്. അത് ചിലപ്പോൾ ഉണ്ടാവും, അത് ചിലപ്പോൾ ഈ ജാതി പറഞ്ഞ ആ ജാതി ഏറ് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ അതേ കുറിച്ചല്ല, കല്ലേറ് കിട്ടിയിട്ടുണ്ടോ എന്നല്ല, കല്ലുകൾ സംസാരിച്ചിട്ടുണ്ടോ? അള്ളാന്റെ റസൂല് പഠിപ്പിക്കുന്നത് എന്താ? സ്വഹീഹ് മുസ്ലിമിൽ 5939 നമ്പർ ഹദീസാണിത്. ഇമാം മുസ്ലിമിന്റെ ഏറ്റവും പ്രസിദ്ധമായ പ്രബലമായ സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി വെക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾക്ക് നുബൂവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നബി തങ്ങളോട് കല്ലുകൾ സംസാരിക്കുന്നു. കേവലം അറബി പയ്യനാണോ മൗലവിമാരെ? മുജാഹിദുകൾ ഇത് ചിന്തിക്കണം. അള്ളാഹുവിന്റെ റസൂലിനെയാണ് ഇവർ ഈ കൊച്ചാക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ അക്ബർ പറയുന്നത് എന്താ? നബി തങ്ങൾ സാധാരണ മനുഷ്യരാണെന്ന് പറഞ്ഞാൽ അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് അക്ബർ പറയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? യഥാർത്ഥ വിശ്വാസി അല്ലാത്ത രൂപത്തിലേക്ക് അക്ബർ തന്നെ മാറിയിട്ടുണ്ട് എന്നല്ലേ അയാൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനം വെച്ച് പുലർത്തുന്ന വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ എനിക്ക് അനുവദിക്കണം. സഹോദരന്മാരെ, നിങ്ങൾ നോക്കി, ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം ഉസ്മാൻ എഴുതിയ ശബാബ് വാരികയാണ്. ഇതിൽ പറയുന്നത് എന്താണ്? സാധാരണ മനുഷ്യർക്ക് മാതൃകയാവേണ്ട പ്രവാചകൻ സാധാരണ മനുഷ്യൻ തന്നെയായിരിക്കണം. ഏത്? പ്രവാചകന്മാര് സാധാരണ മനുഷ്യരായിരിക്കണം. സാധാരണ മനുഷ്യ പ്രകൃതിയുള്ളവരായിരുന്നു പ്രവാചകന്മാർ. അവർക്ക് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും, ശ്രദ്ധിക്കണം, അവർക്ക് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും സാധാരണ മനുഷ്യരെ പോലെയുള്ള കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ചിന്തിക്കണം. മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം ഉസ്മാൻ അന്തരിക്കുന്നതിന്റെ മുമ്പ് ശബാബ് വാരികയിൽ എഴുതിയ ലേഖനമാണ്. ഇതുവരെയും മുജാഹിദുകൾ ഇത് പിൻവലിച്ചിട്ടില്ല, തിരുത്തിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും സാധാരണ മനുഷ്യരെ പോലെയുള്ള കാഴ്ചയും മാത്രമേ ഉള്ളൂ എന്ന് പച്ചയായി മുജാഹിദുകൾ എഴുതി വച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഇത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ റസൂലാണോ സഹോദരന്മാരെ? സാധാരണ മനുഷ്യരെന്ന് പറഞ്ഞാൽ നമ്മെ പോലോത്തവർ അല്ലേ? നമ്മെ പോലോത്ത ആളുകൾക്ക് സാധാരണ കേൾവിയാണ്, സാധാരണ കാഴ്ചയാണ്. മലക്കുകളെ കാണാനുള്ള കഴിവ് നമുക്കില്ല, മലക്കുകളുടെ ശബ്ദം കേൾക്കാനുള്ള കഴിവ് നമുക്കില്ല. എന്തേ കാര്യം? നമ്മളൊക്കെ സാധാരണക്കാരാണ്. എന്നാൽ ഈ സാധാരണക്കാരുടെ കേൾവിയും സാധാരണക്കാരുടെ കാഴ്ചയും മാത്രമേ അള്ളാഹുവിന്റെ റസൂലിനുള്ളൂ എന്ന് മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റ് പച്ചയായി എഴുതി വച്ചിരിക്കുന്നു.
എന്നിട്ട് മുജാഹിദ് പറയുക സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞാൽ അവൻ യഥാർത്ഥ മുസ്ലിമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇതെഴുതിയ ഡോക്ടർ എം ഉസ്മാൻ എന്ന സംസ്ഥാന പ്രസിഡന്റ് യഥാർത്ഥ മുസ്ലിമല്ല എന്ന് അതിന്റെ അർത്ഥം. ഇത് പറഞ്ഞ സാധാരണ അറബി പയ്യനാകുന്നു എന്ന് പറഞ്ഞ അക്ബർ മൗലവി അയാൾ യഥാർത്ഥ മുസ്ലിം അല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞതല്ല, മുജാഹിദിന്റെ മൗലവി പറഞ്ഞതനുസരിച്ചാ ഞാൻ ഈ പറയുന്നത്. അക്ബർ മൗലവി അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഹിന്ദുക്കൾക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലുമൊക്കെ സഹോദരന്മാരെ പ്രബോധനം ചെയ്യുകയാണ്, പ്രസംഗിക്കുകയാണ്. എന്നാൽ ഇയാൾക്ക് അള്ളാഹിന്റെ റസൂലിനെ വിശദീകരിക്കുന്ന രൂപമാണ്, അയാൾ ചെയ്യുന്ന രീതിശാസ്ത്രമാണ് നമ്മൾ ഈ കാണുന്നതെങ്കിൽ ഇത് മുഹമ്മദ് നബി, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന മുഹമ്മദ് നബിയാണോ? അള്ളാഹു നമുക്ക് നൽകിയ മുഹമ്മദ് നബിയുടെ സ്വഭാവമാണോ അത്? നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് എം അക്ബർ മൗലവി ശ്ലോകങ്ങൾ ചൊല്ലിക്കോട്ടെ, ഞങ്ങൾക്ക് എതിർപ്പില്ല. ബൈബിളിന്റെ ഉദ്ധരണി പറഞ്ഞോട്ടെ, ഉപനിഷത്തുക്കൾ അയാൾക്ക് കിട്ടുമെങ്കിൽ പറഞ്ഞോട്ടെ. പക്ഷേ ദീനിന്റെ കാര്യം പറയാൻ അയാൾ ആരുമല്ല. അയാൾക്ക് ഈ മതത്തെക്കുറിച്ച് വിവരമില്ല, ഇസ്ലാമിനെ കുറിച്ച് അറിവില്ല. ഇത് ഞങ്ങൾ പറയുകയല്ല, മുജാഹിദിന്റെ അക്ബർ മൗലവിയുടെ ഗ്രൂപ്പിലുള്ള അവരുടെ തലതൊട്ടപ്പനായ നേതാവ് സക്കരിയ സലാഹി എഴുതിയ പുസ്തകമാണ് എന്റെ കയ്യിൽ. ഗൾഫ് സലഫികളും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനവും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ പുസ്തകത്തിന്റെ 15ാമത്തെ പേജിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചു. എന്താ പറഞ്ഞത്? അറബി ഭാഷയിലൂടെ അഖീദ സംബന്ധമായ വിഷയങ്ങളിൽ അഗാധ ജ്ഞാനം നേടിയ വ്യക്തിയല്ല അക്ബർ എന്ന് സക്കരിയ സലാഹി എഴുതുന്നു. അതായത് അക്ബർ എന്ന് പറയുന്ന എം അക്ബർ മൗലവിക്ക് അറബി അറിയൂല. അതുകൊണ്ട് തന്നെ അഖീദ വിശ്വാസപരമായ കാര്യങ്ങൾ അയാൾക്ക് വിവരമില്ല എന്നെഴുതുന്നത് ആരാണ്? സക്കരിയ സലാഹി എന്ന് പറയുന്ന അതേ മൗലവി ഗ്രൂപ്പിന്റെ നേതാവാണ് സ്വന്തം ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഞങ്ങളുടെ വകയല്ല. വിവരമില്ലാത്ത മൗലവി, റസൂലുള്ളാഹിനെ കുറിച്ച് വിവരമില്ലാത്ത മനുഷ്യൻ, വിശ്വാസ കാര്യങ്ങളെ കുറിച്ച് വേണ്ടതുപോലെ പാണ്ഡിത്യമില്ലാത്ത ഈ മൗലവി ആരംഭ റസൂലിനെ കുറിച്ച് അത് കേവലം സാധാരണ അറബി പയ്യനാണ് എന്ന് എഴുതി വെച്ചെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ അതിശയോക്തിയില്ല. എന്തുകൊണ്ട്? ഇയാൾക്ക് വിവരമില്ലാതെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം. ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കുമറിയില്ല, അറബി ഭാഷയിൽ പാണ്ഡിത്യമില്ല, അഖീദ വിശ്വാസപരമായ കാര്യങ്ങളെ കുറിച്ച് വിവരമില്ല. ഈ വിവരമില്ലാത്ത മൗലവിമാർ ഇവിടെ വന്ന് എന്തെങ്കിലും വിളമ്പിയാൽ അത് ഇസ്ലാമാകുമോ? സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളിത് മനസ്സിലാക്കണം. സുന്നികളുടെ പുസ്തകത്തിലല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. മുജാഹിദിന്റെ മൗലവിമാർ, അതേ ഗ്രൂപ്പിലുള്ള മൗലവിമാർ, അവരാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ചിന്തിക്കണം. എം അക്ബർ മൗലവിയെ കുറിച്ച്, അയാളുടെ നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് നിങ്ങൾക്കറിയോ? മുജാഹിദിന്റെ തന്നെ മറ്റൊരു ഗ്രൂപ്പ് പറയുന്നത് എന്താണെന്നോ? ഇവർ ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം, നരകത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകന്മാരാകുന്നു. ആര്? എം അക്ബറിന്റെ നേതൃത്വത്തിലുള്ള നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് ദുആത്തുൻ ഇലാ അബ്വാബി ജഹന്നം, നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ് എം അക്ബറും സംഘവും എന്ന് പറഞ്ഞിട്ടുള്ളത്. സുന്നികളല്ല, മുജാഹിദുകളാണ്, മുജാഹിദ് മൗലവിമാരാണ്. ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറയുകയല്ല, മുജാഹിദ് മൗലവി തന്നെ അത് ഉദ്ധരിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. അബ്ദുസലാം മോഹം എന്ന് പറയുന്ന ഇവരുടെ വലിയ മൗലവി അക്ബറിന്റെ നിച്ച് ഓഫ് ട്രൂത്തിനെ കുറിച്ച് മുജാഹിദിൽപ്പെട്ട ഒരു വിഭാഗം പറഞ്ഞത് ഉദ്ധരിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ. അയാൾ തന്നെ പറയട്ടെ. ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, നിച്ച് ഓഫ് ട്രൂത്ത് എന്ന സംഘടന ഇസ്ലാമിക ദഅവത്ത് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടന. ആ സംഘടനയെ കൊച്ചാക്കാൻ, ചെറുതാക്കാൻ, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിച്ച വാചകമേതാ? ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം, ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം, നരകത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകന്മാരെന്ന്, നരകത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകന്മാരെന്ന്. ഇസ്ലാമിന് വേണ്ടി, ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞവർ മനസ്സിലാക്കണം. കണ്ടോ? ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം, നരകത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകന്മാർ എന്നാണ് നിച്ച് ഓഫ് ട്രൂത്തിനെ കുറിച്ച് മുജാഹിദിന്റെ ഒരു വിഭാഗം തന്നെ പറഞ്ഞിട്ടുള്ളത്.
ഇവർ നരകത്തിലേക്ക് എന്നല്ലേ ക്ഷണിക്കുന്നത്? കാരണം ഈ വിശ്വാസം വെച്ച് പുലർത്തിപ്പോയി മരിച്ചുപോയാൽ അവൻ മുസ്ലിമാകുമോ? യഥാർത്ഥ തൗഹീദിലെത്തുമോ? സ്വർഗത്തിലെത്തുമോ? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേവലം സാധാരണ അറബി പയ്യനാണെന്ന് പറഞ്ഞ വിവരമില്ലാത്ത ഈ മൗലവി ശ്ലോകങ്ങൾ ഉരുവിട്ടത് കൊണ്ട് എന്ത് നേട്ടം? ഉപനിഷത്തുക്കൾ പറഞ്ഞതുകൊണ്ട് നേട്ടമുണ്ടോ സഹോദരന്മാരെ? ഇത് ഇസ്ലാമല്ല. ഈ രാജ്യത്തുള്ള ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ പ്രവർത്തകന്മാർ വളരെ കനപ്പെട്ട സാഹസങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ തൃണവൽക്കരിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തുന്നത് ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഇവർ ഇസ്ലാമല്ല, അത് തൗഹീദിന് വിരുദ്ധമാണ് എന്ന ആശയം ഈ രാജ്യത്തുള്ള ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എം അക്ബർ മൗലവി മാത്രമല്ല, മുജാഹിദുകളുടെ പൊതു സ്വഭാവമാണിത്. അള്ളാഹുവിന്റെ റസൂലിനെ ഇടിച്ചു താഴ്ത്തുക, പ്രവാചകന്മാരെ അവമതിക്കുക. നിങ്ങൾ കേട്ടോളൂ, വേറൊരു മൗലവി പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. സുഹൈർ ചുങ്കത്തറ എന്നൊരു മൗലവിയുണ്ട്. ഈയിടെ കുപ്രസിദ്ധനാണ് അദ്ദേഹം. ഷഹാദത്ത് കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമാകുന്നത് 5 വക്ത് നിസ്കാരമാണോ അതല്ല 4 കെട്ടലാണോ എന്ന കാര്യത്തിൽ തർക്കമുള്ള മൗലവിയാണ്. ആ മൗലവി പറയുന്നത് കേട്ടോളൂ. അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറയുന്നത് എന്താണ്? മയമാക്ക. മുഹമ്മദ് നബിയെ കുറിച്ച് പറയുന്നത് മുഹമ്മദ് നബി എന്ന മയമാക്ക. റസൂലിനെ ബഹുമാനിച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത്. കേട്ടോളൂ നിങ്ങൾ. സുഹൈർ ചുങ്കത്തറ പറയട്ടെ. രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക. കണ്ടോ? മയമാക്ക. നമ്മളെ നാട്ടിലുള്ള എത്രയോ മയമാക്കാരില്ലേ? അതുപോലൊരു മയമാക്ക. ആരംഭ റസൂലുള്ളാഹി, ഈ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചായി പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ, എത്രയാണ് ഇവർ റസൂലുള്ളാഹിനെ കൊച്ചാക്കുന്നത്. വേറൊരു മൗലവി പറയുന്നത് കേട്ടോളൂ. അബ്ദുസലാം സുല്ലബി പറയുന്നത് എന്താ? അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറയാ. റസൂലിന്റെ ഭാര്യയായ മഹദിയായ ബീവി ആയിഷത്ത് റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ അരികിൽ നിന്ന് ചാടിപ്പോയത് മുഹമ്മദ് നബി അറിഞ്ഞില്ല. നമ്മളെ നാട്ടിൽ കണ്ടില്ലേ, ആ പെണ്ണും ആ ചെക്കനും കൂടി പെൺകുട്ടി കാമുകന്റെ കൂടി ഒളിച്ചോടിയെന്ന് നമ്മൾ പറയും. പെരക്കാരറിഞ്ഞില്ല, വീട്ടുകാരറിഞ്ഞില്ല എന്ന രൂപത്തിൽ ഇയാൾ പറയുകയാണ്. ആയിഷ ബീവി ചാടിപ്പോയത് മുഹമ്മദ് നബി അറിഞ്ഞില്ല. വയസ്സായിട്ടുണ്ട്, തലയും നിരച്ചിട്ടുണ്ട്. എന്താ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. അബ്ദുസലാം സുല്ലമി പറയട്ടെ. മുഹമ്മദ് നബിക്ക് ആയിഷ ബീവി ചാടിപ്പോയതാകില്ല. മുഹമ്മദ് നബിക്ക് ആയിഷ ബീവി ചാടിപ്പോയതാകില്ല. മുഹമ്മദ് ഹായി വരെ മൊഴിയാൻ വയ്യ. മുഹമ്മദ് നബി എന്നാ പറയുന്നത് തന്നെ. ഈ മുഹമ്മദ് നബിക്ക് ആയിഷ ബീവി ചാടിപ്പോയത് അറിഞ്ഞില്ല. അതായത് ആയിഷ ബീവി എന്ന റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യ, അവർ റസൂലുള്ളാഹിന്റെ സമ്മതമില്ലാതെ ചാടിപ്പോയി. നിങ്ങൾ ചിന്തിക്കണം, അള്ളാന്റെ റസൂലിനെ ബഹുമാനിക്കാനാണോ ഇകഴ്ത്താനാണോ ഇവർ പറയുന്നത് എന്ന് ചിന്തിക്കുന്നവർ, ബുദ്ധിയുള്ളവർ വിലയിരുത്തണം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സഹോദരന്മാരെ, എത്രത്തോളം അള്ളാന്റെ റസൂല് ജനിച്ച സന്ദർഭത്തിൽ അത്ഭുതങ്ങളുടെ കലവറകൾ ഉണ്ടായത് ചരിത്രത്തിൽ നമുക്കറിയാം, അല്ലേ? അള്ളാന്റെ റസൂല് ജനിച്ചപ്പോ ഒട്ടേറെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ്. എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂല് ജനിച്ചപ്പോ പിറന്നു വീണപ്പോ സാവതടാകം പറ്റി, അല്ലേ? അതിന് കാരണമുണ്ട്. പേർഷ്യൻ തീ അണഞ്ഞുപോയി. അതേ, ശിർക്കിന്റെ ചുവയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും നിലക്കുകയാണ്. മുഴുവൻ സംഗതികളും ഇല്ലായ്മ ചെയ്യുന്നു. എന്താണ് കാരണം? ഭാവിയിൽ ഈ കുഞ്ഞു മുഖേന ഇവിടെയുള്ള ശിർക്കിന്റെ പ്രവർത്തനം ഇല്ലാതെയാകുമെന്നതിലേക്ക് വളരെ വലിയ വിരൽ ചൂണ്ടുന്ന സന്ദേശം നൽകുകയാണ്. അത് റസൂലുള്ളാഹിന്റെ ഒരു അത്ഭുതമാണ്. പ്രസവിച്ച സന്ദർഭത്തിലുണ്ടായ അത്ഭുതം. റസൂലുള്ളാഹി തങ്ങൾക്ക് പ്രസവിച്ചപ്പോ ഇങ്ങനെ അത്ഭുതങ്ങൾ ഉണ്ടായി എന്ന് വന്നാൽ മുജാഹിദുകൾക്ക് അത് സമ്മതിക്കാൻ കഴിയില്ല. അപ്പൊ എന്തായി? ഞങ്ങളെ മൗലവിയെക്കാളും കുറച്ച് പ്രാധാന്യവും കുറച്ച് പോരിശയും ആർക്കുണ്ടായല്ലോ? റസൂലിനുണ്ടാവുമല്ലോ. അത് സമ്മതിക്കാൻ വയ്യ. എന്നിട്ട് മൗലവി പറയുന്നു അത് പച്ച നുണയാകുന്നു. കേട്ടോളൂ, മുജാഹിദിന്റെ ഏറ്റവും വലിയ ഈർഷ്യതയുള്ള മൗലവി, ലോക ചരിത്രത്തിൽ കുപ്രസിദ്ധനായ വ്യക്തി, ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫിന് മുകളിലുള്ള മനോഹരമായ പച്ച കുബ്ബ അടിച്ചു പൊളിച്ച് നിരപ്പാക്കണമെന്ന് ലോകത്താദ്യം പറഞ്ഞ വൃത്തികെട്ട നാവിന്റെ ഉടമയായ
കെ സക്കരിയ സലാഹി എന്ന മൗലവി പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. അയാൾ പറയട്ടെ. പിന്നെ തടാജലം പറ്റി നശിച്ചു സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലേ? പേർഷ്യൻ തീക്കുണ്ടങ്ങൾ പൊലിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മൗലൂദിന് ചെല്ലിയെടുക്കണതാ പേർഷ്യയിലെ തീക്കുണ്ടം, അഗ്നിയാരാധിലെ തീക്കുണ്ടം, വർഷങ്ങളായി കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കുണ്ടം റസൂൽ പ്രസവിച്ചപ്പോൾ ഡിം അങ്ങ് പൊലിഞ്ഞു പോയി. പിന്നെ കൈസർ പീഠം വിറച്ചു സല്ലല്ലാഹു അലാ മുഹമ്മദ്. കിസറിന്റെ കൈസറിയൊക്കെ ഇരിപ്പിടങ്ങനെയാണെങ്കിൽ എന്ന് മാത്രമല്ല അവരെ കൊട്ടാരത്ത് കുറെ താഴികക്കുടങ്ങൾ തകർന്നു വീണു. പച്ച നുണകളൊക്കെ എഴുതി വിട്ടേക്ക. ഇതൊന്നും ചരിത്രം കൊണ്ട് തെളിയിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. കണ്ടോ, പച്ച നുണ. ചാക്ക് ചെത്ത് കൂടിയതുകൊണ്ട് വിഷയം നുണയാവോ? അത് നമ്മൾ ചിന്തിക്കണ്ടേ. പച്ച നുണ എന്ന് പറഞ്ഞുകൊണ്ട് ആ പറഞ്ഞത് നുണയാകുമെന്നല്ലാതെ ഈ വിഷയം നുണയാവുകയില്ല. 20 ഹദീസ് പണ്ഡിതന്മാർ 20 ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസുകളിൽ സ്ഥിരപ്പെട്ട വിഷയമാണത്. അതിനെയാണ് മൗലവി നിഷേധിക്കുന്നത്. എന്തേ കാര്യം? അള്ളാഹുവിന്റെ റസൂല് ജനിച്ചപ്പോ ഈ അത്ഭുതങ്ങൾ ഉണ്ടായി എന്ന് സമ്മതിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇത് അസാധാരണ കുഞ്ഞാണ് എന്ന് സമ്മതിക്കാൻ മുജാഹിദികൾക്ക് കഴിയുന്നില്ല. സഹോദരന്മാരെ, ഇമാം ബൈഹഖി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള സംഭവങ്ങളാണിത്. എന്തിന്? ഇതേതാ ഗ്രന്ഥം എന്നറിയോ? ഇത് മുജാഹിദുകളുടെ നേതാവ് എഴുതിയ ഗ്രന്ഥമാണ്. ആരാണ്? സഫിയുർ റഹ്മാൻ അൽ മുബാറക് പൂരി എന്ന് പറയുന്ന മനുഷ്യൻ. മുബാറക് പൂരിലെ സഹോദരന്മാരെ, റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിൽ അവാർഡ് കൊടുത്ത ഗ്രന്ഥം അർ-റഹീഖുൽ മഖ്തൂം എന്നാണ് ഇതിന്റെ പേര്. ഈ ഗ്രന്ഥമെങ്കിലും ഒരാവർത്തി ഈ മുജാഹിദ് മൗലവിമാര്, സക്കരിയ സലാഹി ഉൾപ്പെടെയുള്ള മൗലവിമാര് ഒരാവർത്തി വായിച്ചിരുന്നെങ്കിൽ ഈ അബദ്ധം പറ്റില്ലായിരുന്നു. ഇയാൾ വരെ പറഞ്ഞിട്ടുണ്ട്. ഇമാം ബൈഹഖി ഉൾപ്പെടെയുള്ള ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മസമയത്ത് കിസ്റ കൈസർ പീഠം വിറച്ചു, താവതടാകം പറ്റി വരണ്ടു. ആ കിസ്റയുടെ മാണിമാളികയിൽ നിന്ന് 14 ഗോപുരങ്ങൾ താഴെ വീണ് ഉടഞ്ഞു. മുജാഹിദുകളുടെ പ്രസിദ്ധീകരണം, അവർ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം നിങ്ങൾ നോക്ക്. ഇതാരാ പ്രസിദ്ധീകരിച്ചതെന്നറിയോ? അൽ ജാമിഅത്തു സലഫിയ അൽ ഹിന്ദ്. ഇന്ത്യയിലെ സലഫി യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച പുസ്തകമാണിത്, അറബിയിലുള്ള ഗ്രന്ഥം. ഇതെങ്കിലും ഒരാവർത്തി വായിച്ചിരുന്നെങ്കിൽ ഈ വിവരമില്ലാത്ത മൗലവിമാർ, സഹോദരന്മാരെ, ഇത് പറയോ? പറയില്ല. ഞാൻ വിശദീകരിക്കുകയല്ല. അള്ളാഹുവിന്റെ റസൂലിനെ കൊച്ചാക്കുക എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥിരം പരിപാടിയാണ്. നിങ്ങൾ ചിന്തിക്കണം, എത്രത്തോളം എഴുതി അവർ പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട മുടി നിങ്ങൾക്കറിയാമോ? സഹീഹുൽ ബുഖാരി എടുത്തോളൂ, സഹീഹ് മുസ്ലിം എടുത്തോളൂ. സ്വഹാബത്ത് അത് വളരെയധികം സൂക്ഷിക്കുകയും അവരത് സംരക്ഷിക്കുകയും ബറക്കത്തെടുക്കുകയും ചെയ്ത സംഭവങ്ങൾ ഒന്നല്ല രണ്ടല്ല 100 കണക്കിന് നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണിത്, സഹീഹുൽ ബുഖാരി. ഈ സഹീഹുൽ ബുഖാരിയിലെ സഹോദരന്മാരെ 5896 നമ്പർ ഹദീസ് എടുത്തോളൂ. താബിഈയായ ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മൗഹിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അർസലനി അഹ്ലി ഇലാ ഉമ്മി സലമത റളിയല്ലാഹു അൻഹാ ബിഖദഹിൻ മിൻ മാഇൻ. എന്റെ വീട്ടുകാർ ഒരു പാത്രം വെള്ളവുമായി ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാണത്? വകാന ഇദാ അസാബൽ ഇൻസാന ഐനുൻ ഔ ശൈഉൻ ബഅസ ഇലൈഹാ മിഖ്ളബഹു. ആ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും രോഗമുണ്ടായാൽ, കണ്ണേറ് ബാധിച്ചാൽ ഒരു പാത്രം വെള്ളവുമായി ബീബി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് പറഞ്ഞയക്കും. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. എന്തേ കാര്യം? വകാനത്ത് ഇൻദഹാ മിൻ ശഅരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട മുടി അവരുടെ കയ്യിലുണ്ട്. മഹദി അവരുകൾ എന്തു ചെയ്യുന്നു? ഈ പാത്രം വെള്ളവുമായി രോഗി ചെല്ലുമ്പോ ആ മുടി അതിൽ വെള്ളത്തിലിടുന്നു, ഇളക്കുന്നു, ശുരിബമിന്നു, കുടിക്കുന്നു, രോഗം ശമനമുണ്ടാകുന്നു.
സഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തി വെക്കുകയാണ്. നിങ്ങൾക്കറിയോ, എന്നാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് ഇന്നും ജീവിച്ചിരിക്കുന്ന പി മുഹമ്മദ് കുട്ടശ്ശേരി മൗലവി എഴുതിയത് നിങ്ങൾക്കറിയോ? അള്ളാന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട മുടി മുക്കിയ വെള്ളം കുടിക്കുന്നവർ അക്ഷരപൂജകരാണ്, കഥയില്ലാത്തവരാണ്, അന്ധമില്ലാത്തവരാണെന്ന് പച്ചയായി എഴുതി വച്ചിരിക്കുന്നു. ഇവർക്ക് ആരംഭ റസൂലിനെ കുറിച്ചുള്ള വിശ്വാസം എന്താണ്? നിങ്ങൾ ചിന്തിക്കണം. സഹീഹുൽ ബുഖാരിയിലോ അള്ളാന്റെ റസൂല് മുടി കളയുന്ന സന്ദർഭത്തിൽ അതതാ ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് റസൂല് പറയുന്നു, ഇഖ്സിംഹു ബൈനന്നാസ്, അബൂ തൽഹ നിങ്ങൾ ഇത് ജനങ്ങൾക്ക് വിതരണം ചെയ്യൂ. സഹീഹ് മുസ്ലിമിൽ കാണാം, സഹാബത്ത് ആ സന്ദർഭത്തിൽ ഒരു മുടി കിട്ടാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്നു. സഹാബത്ത് അത് സൂക്ഷിച്ചു വെക്കുന്നു, ബറക്കത്തെടുക്കുന്നു. വഹാബികളുടെ ആചാര്യൻ എഴുതിയതോ അങ്ങനെ റസൂലിന്റെ മുടി മുക്കിയ വെള്ളം മോന്തി കുടിക്കുന്നവർ അവർ അക്ഷരപൂജകരാണ്, കഥയില്ലാത്തവരാണ്. എഴുതി എഴുതി എവിടെ എത്തി സഹോദരന്മാരെ? നിങ്ങൾക്കറിയാമോ? എന്റെ കയ്യിൽ മുജാഹിദിന്റെ വിചിന്തനം വാരികയാണ്. 2008 മാർച്ച് 21 ഇറങ്ങിയ വിചിന്തനം വാരിക പച്ചയായി എഴുതുന്നു. ഈമാനുള്ളവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. എം അക്ബർ മൗലവി ഉൾപ്പെടെയുള്ള വിവരമില്ലാത്ത മുജാഹിദ് മൗലവിമാര് എഴുതി വച്ചിട്ടുള്ള ഇസ്ലാമിക വിരുദ്ധാശയങ്ങളെ കുറിച്ച് ചിന്തിക്കണം. പച്ചയായി എഴുതി വെക്കുന്നു. എന്താണ്? പ്രവാചകരുടെ തിരുകേശത്തിന്, ശറഫാക്കപ്പെട്ട മുടിക്ക് യാതൊരു പ്രത്യേകതയുമില്ല. വല്ല പ്രത്യേകതയും ഉണ്ടായിരുന്നെങ്കിൽ സ്വഹാബത്ത് സൂക്ഷിച്ചു വെക്കുമായിരുന്നില്ലേ? മുജാഹിദുകൾ എഴുതി വച്ചിരിക്കുന്നു. മലയാളം അറിയുന്ന ആളുകളുണ്ടോ? ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കിത് നോക്കാം, വായിക്കാം, ഉറപ്പുവരുത്താം, സംശയം തീർക്കാം. അള്ളാന്റെ റസൂലിന്റെ മുടിക്ക് പ്രത്യേകതയില്ലെന്നും അത് സഹാബത്ത് സൂക്ഷിച്ചു വെച്ചിട്ടില്ലെന്നും ജാഹിലായ വിവരമില്ലാത്ത മൗലവിമാർ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇത് ഇസ്ലാമാണോ? ഇത് സ്വഹാബത്ത് പഠിപ്പിച്ചതാണോ? സ്വഹാബത്ത് പഠിപ്പിച്ച ഇസ്ലാമിൽ അവരൊക്കെ റസൂലുള്ളാഹിന്റെ മുടിക്ക് ബറക്കത്ത് കൽപ്പിച്ചവരാണ്, സ്ഥാനം കൊടുത്തവരാണ്. ആ മുടിയിട്ട വെള്ളം മോന്തി കുടിച്ച് രോഗശമനം തേടിയവരാണ്. ഖുർആൻ പഠിപ്പിച്ചതെന്താ? ആമിനു കമാ ആമനന്നാസ്. ആ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം. സ്വഹാബത്ത് വിശ്വസിച്ചത് ഇങ്ങനെയാണെങ്കിൽ കേരളത്തിലെ വഹാബികൾ പറയുന്നതോ റസൂലിന്റെ മുടിക്ക് പ്രത്യേകതയില്ല, ഒരു പ്രത്യേകതയുമില്ല. ഉണ്ടെങ്കിൽ ആ ശറഫാക്കപ്പെട്ട മുടിയെ കുറിച്ച് പറയുന്നത് ഉണ്ടെങ്കിൽ സ്വഹാബത്ത് സൂക്ഷിച്ചു വെക്കില്ലേ? സ്വഹാബികൾ നൂറുകണക്കിന് സ്വഹാബികൾ സൂക്ഷിച്ചു വെച്ച സംഭവം സഹീഹുൽ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. ഞാനിപ്പോൾ അത് പറയുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ആരംഭ റസൂലിനെ കുറിച്ച് അക്ബർ മൗലവി ഉൾപ്പെടെയുള്ള മുജാഹിദിന്റെ സകല മൗലവിമാരും പഠിപ്പിക്കുന്നതും പറയുന്നതും ഇസ്ലാം വിരുദ്ധാശയമാണ്, ഖുർആൻ വിരുദ്ധാശയമാണ്. അത് പ്രവാചകരോ സഹാബത്തോ താബിഈകളോ പഠിപ്പിച്ച ആശയമല്ല. വിവരമില്ലാത്ത മൗലവിമാരുടെ ക്ഷീണിച്ച മസ്തിഷ്കത്തിൽ നിന്ന് അവർ ഉണ്ടാക്കിയെടുത്ത ദുഷിച്ച ആശയങ്ങളാണ്. അതിലാരും ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ വിശ്വാസികളോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, അതിലാരും അകപ്പെട്ടു പോകരുത്. അത് ഇസ്ലാമല്ലേ അല്ല. ഈ കാര്യം നിങ്ങൾ ഓർക്കണമെന്ന് അല്പം ദൈർഘ്യമായെങ്കിലും മറുപടിയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ റിഫായ് മാലയിൽ ഇങ്ങനെ കാണാം, എന്റെ മുരിയിലെ പെരുമ്പാമ്പ് തീണ്ടെങ്കിൽ ഒട്ടും വിഷമില്ല എന്ന് പറഞ്ഞവർ. ഇതിലെന്താ അത്ര കറാമത്തുള്ളത്? ഇതില് മറ്റേ ഷെയ്ഖിന്റെ ആൾക്കാരാവണമെന്നല്ല, പെരുമ്പാമ്പ് കടിച്ച ആർക്കും വിഷം കൊള്ളുക എന്നുള്ളത് എല്ലാവർക്കും അറിയണല്ലേ. ഇതിലെന്താ ഇത്ര വലിയ കറാമത്തുള്ളത്? സംശയം തിരിഞ്ഞോ നിങ്ങൾക്ക്? സാധാരണ മുജാഹിദ് വലിയ മാല മൗലിദുകളെ കൊച്ചാക്കാൻ വേണ്ടി പറയുന്ന ഒരു ചോദ്യം എന്താ? ഈ റിഫായി മാലയിൽ ഒരു വരിയുണ്ട്. എന്താണത്? എന്റെ മുരീദേ പെരുമ്പാമ്പ് തീണ്ടൂട്ടും വിഷമില്ല എന്ന് പറഞ്ഞോവർ. അതായത് റിഫായി ശൈഖ് പറയാണ്, എന്റെ മുരീദിനെ പെരുമ്പാമ്പ് കടിച്ചാല് അവർക്ക് വിഷം ഏൽക്കൂല. അപ്പൊ മുജാഹിദിന്റെ ചോദ്യം എന്താ? ഇത് വലിയ സംഗതി തന്നെ, കറാമത്തന്നെ. എന്തേ? ഈ പെരുമ്പാമ്പ് എന്ന് പറഞ്ഞ ജീവിക്ക് വിഷം തന്നെ ഇല്ലാത്ത ജീവിയാണ്. അത് മുരീദിനെ മാത്രമല്ല, ആരെ കടിച്ചാലും അതിന് വിഷം ഉണ്ടാവൂല. പിന്നെ ഇപ്പം ഷെയ്ഖ് റിഫായി ശൈഖ് ഇതൊരു കറാമത്തായി എന്തു പറയുന്നു എന്നാണ് ചോദ്യം. അത് മുജാഹിദികൾ സഹോദരന്മാരെ നടത്തുന്ന ഒരു അട്ടിമറിയാണ്, ഒരു തിരിമറിയാണ്. എന്താ സംഗതി അറിയങ്ങള്? അവിടെ ഉള്ളത് അങ്ങനെയല്ല. അത് തമിഴ് കലർന്ന അറബി മലയാളമാണല്ലോ. നമ്മുടെ
മാലകളൊക്കെ എല്ലാവർക്കും അറിയാം, മുഹജിമാരി റിഫായിമാരി. അപ്പൊ അതിനുള്ളതെന്താ? എന്റെ മുരീദേ പേരും പാമ്പ് തീണ്ടൂകിൽ ഒട്ടും വിഷമില്ല എന്ന് പറഞ്ഞോവർ. പെരും പാമ്പ് പെരും പാമ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാമ്പ്, പെരുത്ത പാമ്പ്. ഭയങ്കര പാമ്പ് പറഞ്ഞാൽ ഏതാ? ഭയങ്കര വിഷമുള്ള പാമ്പ്, അതാണ് അതിന്റെ അർത്ഥം. ആ പെരും പാമ്പ് എന്നതിനെ മുജാഹിദ് എന്താക്കി? അവിടെ ഒരൊറ്റ ചേർക്കല്. മുജാഹിദാളപ്പോ ഈ മാലി മൗലൂദ് സിർക്കാന്ന് പറഞ്ഞ ലോഡ് കരക്കിനെ അടിച്ചടിച്ച് വിടലാരാ? മുജാഹിദിന്റെ ആമിറുൽ ഇസ്ലാം ലിത്തോ പവർ പ്രസ് തിരൂരങ്ങാടി, അൽ മുർഷിദ് പ്രസ് തിരൂരങ്ങാടി. ഇവിടുന്നാണ് ഈ മാലി മൗലൂദ് അടിച്ചു വിടുന്നത്. കുത്തുബിയത്ത് കൂടുതൽ ലോഡ് കണക്കിന് അടിച്ചു വിടുന്നത് ഇവരാണ്. എന്നിട്ട് ഇത് എന്ത് ചെയ്യണത്? ഇത് സിർക്കാണ് കുഫറാണെന്ന് പറയുന്നത്. ഓർക്കണം സഹോദരന്മാരെ. അങ്ങനെ അവർ അവരുടെ പ്രശ്നം തിരുമറി നടത്തി. അതിൽ പെട്ടതാണ് എന്ത്? പെരും പാമ്പ്. ഭയങ്കര പാമ്പ്, ഭയങ്കര വിഷമുള്ള പാമ്പ്. ആ പാമ്പ് കടിച്ചാൽ തന്നെ റിഫായി ഷെയ്ഖിന്റെ മുരീദുമാർക്ക് വിഷയേൽക്കൂല. അത് മാലയിലല്ല. ഹാഫിദ് ഇബ്നു ഖൽഖാൻ തന്റെ വഫയാത്തുൽ അയാൻ ബി അംബാഇ അബ്നാഇ സമാൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനെ മുജാഹിദ് എന്ത് ചെയ്തു? പെരുമ്പാമ്പ് എന്ന് ഒന്നിച്ചാക്കി. ചുക്കുമുളകുതി പല്ലി എന്ന് പറഞ്ഞ മാതിരി അതിന് ഒന്നിച്ചാക്കി എന്തെന്നു? പെരുമ്പാമ്പ് കടിച്ചാൽ നാക്കി. അപ്പൊ കണ്ടോ, പുതിയ ഒരു ദുർവ്യാഖ്യാനം അവിടെ ഉണ്ടായി. സത്യത്തിൽ അങ്ങനെയല്ല. അവള് പെരും പാമ്പാണ്, ഭയങ്കര പാമ്പ്. ഭയങ്കര പാമ്പ് എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഉഗ്ര വിഷമുള്ള പാമ്പ്. ആ പാമ്പ് കടിച്ചാൽ വിഷയേൽക്കൂല. ഇതാ മാലയിലുള്ളത്. അത് മുജാഹിദും കെട്ടി ഇദ്ഗാമും ബി ഉന്നിയുണ്ട്, ഇദ്ഗാമും ബിലാ ഉന്നിയുണ്ട്. അത് ഇന്നത്തെ മുജാഹിദിന് എന്ത് ഉന്നത്തെ? എന്ത് ഇദ്ഗാമും ബി ഉന്ന ബിലാ ഉന്ന? അത് തിരിയെങ്കിൽ പിന്നെ പോലെ മുജാഹിദ് ആവോ? അപ്പൊ അതിനൊരു തിരുമറി നടത്തിയതാണ് മാലയില്. അല്ലാതെ നമ്മളെ മാലകളിൽ യാതൊരു തെറ്റുമില്ല. പഴയകാല പ്രിന്റിങ്ങിൽ, അച്ചടിയിൽ ഒരു കുഴപ്പമില്ല. ശരിയായ രൂപത്തിൽ കാണാവുന്നതും ആണ്.